മർദ്ദിച്ചു. മർദ്ദിച്ചത് എന്നോട് ചോദിച്ചത്, നീ KSU ഭരിക്കുന്ന കോളേജിന് സമ്മാനം വാങ്ങി കൊടുക്കുമല്ലേടാ. ഞാനാണ് ഇവാനിയോസ് കോളേജ് പഠിപ്പിച്ചതെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഇവാനിയോസ് കോളേജിൻ്റെ ഒരു ചെയർമാൻ്റെ ഒരു പേരും ചോദിച്ചു, ചെയർമാനോ ആരോ അയാൾ. അപ്പം എനിക്ക് ആ സമയത്ത് എനിക്ക് ആളെ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ മനസ്സിലാക്കി അയാൾ ഇവാനിയോസ് കോളേജിലെ യൂണിറ്റ് പേഴ്സണൽ ലൈക്ക് ദാറ്റ് KSUവിൻ്റെ. അപ്പം നീ SFI നടത്തുന്ന കലോത്സവത്തിൽ നീ KSU ഭരിക്കുന്ന ഒരു കോളേജിന് പൊസിഷൻ കൊടുക്കുമല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട്, നീ അല്ലേ പഠിപ്പിച്ച, സത്യം പറയടാ, നീ ഇത്ര പേയ്മെൻറ്റ് കോഴ വാങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞു, കോഴ വാങ്ങിയെങ്കിൽ അതിനെന്തെങ്കിലും ഒരു തെളിവ് കാണുമല്ലോ, ഒന്നെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ബൈ ഹാൻഡ് തരാനാണെങ്കിൽ ട്രിവാൻഡ്രത്ത് നടന്ന കലോത്സവമാണ്, ഫുൾ CCTV ഉണ്ട്, എല്ലാം ഉണ്ട്. ജഡ്ജസിനെ വിളിച്ചതായിട്ടോ ജഡ്ജസുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ഇവർ വരുന്നതിന് മുന്നേ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഞങ്ങൾ ഓഫർ ചെയ്തു എന്ന് അവർക്ക് തെളിയിക്കാവുന്നതേ ഉള്ളൂ. ഇത് SFIയുടെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അഞ്ജു കൃഷ്ണ, പിന്നെ ഒരു അക്ഷയ്, പിന്നെ നന്ദൻ. ഈ നന്ദനാണ് ആവലാതിക്കാരൻ. നന്ദൻ SFI ജില്ലാ പ്രസിഡന്റ് മറ്റുമാണ്. നന്ദൻ, വിമൽ വിമൽ ഓർ വിമൽ വിജയ്, എനിക്ക് ഉറപ്പില്ല. ഇവരുടെ കൂടത്തിൽ ചേർന്ന കുറേ ആൾക്കാർ ഒരു റൂമിൻ്റെ അകത്തേക്ക്, ഞങ്ങൾ സെനറ്റ് ഹാളിൻ്റെ അകത്തുള്ള റൂമിൻ്റെ അകത്തുനിന്ന് ഇതേപോലെ തടങ്കലിൽ വെക്കുകയും വെള്ളമോ പിന്നെ ഫുഡോ ഇല്ലാതെ മണിക്കൂറുകളോളം ഞങ്ങളവിടെ തടങ്കൽ വെക്കുക തടഞ്ഞു വെച്ചിരുന്ന 3 വിധികർത്താക്കളെ, പിന്നെ പരിശീലകരായിട്ടുണ്ടായിരുന്ന എന്നെ, ഇപ്പം എൻ്റെ കൂടെ വന്ന A3 സൂരജ്, ഈ സോനു. ഞങ്ങൾ കണ്ടിരുന്നു. ആത്മഹത്യ ചെയ്ത ആള്, അതായത് എന്നെ ഈ പ്രോഗ്രാം സ്ഥലത്തുനിന്ന് ബഹളം നടന്ന സമയത്ത് തന്നെ എന്നെ ഒരു വീഡിയോ കാണിക്കുകയാണ് ഇവർ. അതിൻ്റെ അകത്ത് ആ വിധികർത്താവ് പറയുന്നുണ്ട്, ഇവാനിയോസ് കോളേജിന് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ജോമറ്റ് എന്ന് പറയുന്ന ഞാൻ സംസാരിച്ചിരുന്നു എന്നുള്ളൊരു വീഡിയോയാണ് എന്നെ കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സംഭവമേ ഇല്ല, ഞാൻ പഠിപ്പിച്ച കോളേജ് ഉണ്ടല്ലോ, 2-3 സ്ഥാനം ഞാൻ പഠിപ്പിച്ച കോളേജ് തന്നെയാണ്. അപ്പം ഞാൻ എന്തിനാണ് വേറൊരു കോളേജ്, അപ്പം ഞാൻ KSU അനുഭാവിയാണെന്ന് അവർ ചിന്തിച്ചിരിക്കാം, അപ്പം ഞാനെന്തിനാണ് വേറൊരു കോളേജിന് പ്രൈസ് കൊടുക്കാൻ പറയണ്ടേ, എനിക്ക് എൻ്റെ തന്നെ കോളേജ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, നീ പൈസ വാങ്ങിയിട്ടല്ലേ, മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ തെളിയിക്കുക എവിടെ വെച്ച്. അപ്പം ഈ ജഡ്ജിന്, അപ്പം ഞങ്ങൾ സെനറ്റ് ഹാളിൻ്റെ അകത്തേക്ക് അവിടെയുള്ള വേറൊരു റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഈ വിധികർത്താവിനെ ഈ അഞ്ജു എന്ന് പറയുന്ന ലേഡി ആക്ഷേപിക്കാൻ, കേന്ദ്ര കമ്മിറ്റി അംഗം, നിനക്ക് ഇത്രയും തടിയുണ്ടല്ലോ അവിടെ, നിനക്ക് കിളച്ച് തിന്നൂടെ. പിന്നെ അയാളുടെ ബയോഡാറ്റ വായിച്ചിട്ട് പൊട്ടിച്ചിരിക്കുകയും ഈ പറയുന്ന ആത്മഹത്യ ചെയ്ത അധ്യാപകന് അയാളുടെ ക്വാളിഫിക്കേഷൻ അനൗൺസ്, മാർഗ്ഗംകളി പഠിച്ചു. എടാ എത്ര രൂപ കൊടുത്തിട്ടാണ് നീ മാർഗ്ഗംകളി കംപ്ലീറ്റ് ചെയ്തത്? പിന്നെ അയാൾ കലാമണ്ഡലത്തിൽ എന്തോ പഠിച്ചു എന്തോ എഴുതിയിട്ടുണ്ട്. അപ്പം നീ എത്ര രൂപ കൊടുത്തിട്ടാണ്? ഉപദ്രവിക്കുകയുണ്ടായി, ഫിസിക്കലി ഉപദ്രവിക്കുകയുണ്ടായി. അന്നേരം ഞാൻ ഈ പറയുന്ന മരിച്ച ഷാജി എന്ന് പറയുന്ന അധ്യാപകനോട് ചോദിച്ചു, ഷാജി എപ്പോഴാണ് ഞാൻ ഇവാനിയോസ് കോളേജിന് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചത്? അപ്പോഴാണ് അയാൾ എന്നോട് പറഞ്ഞ്, എന്നെ ഉപദ്രവിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്, എന്നെ അടിച്ചപ്പോൾ അയാളെ ക്രിക്കറ്റ് ബാറ്റും കൊണ്ട് തല്ലിയിട്ടുണ്ട്, ഹോക്കി സ്റ്റിക്ക് ഇത്യാദി മാരകായുധങ്ങൾ ആ റൂമിൻ്റെ അകത്തുണ്ടായിരുന്നു. കണ്ടു ഞങ്ങളും ഈ അഞ്ജുവിൻ്റെ നേതൃത്വത്തിൽ നന്ദൻ, അക്ഷയ്, വിമൽ വിജയ്, പിന്നെ ഇത്രയും, പിന്നെ കണ്ടാൽ അറിയാവുന്ന ഒരു 60-70ഓളം ആൾക്കാർ ഇത് ഒരുമിച്ച് വന്നു എന്നല്ല, പലതവണയായിട്ട് കയറി ഇറങ്ങി വന്ന് ഈ വരുന്ന ആൾക്കാരോട് മുഴുവൻ ഞങ്ങൾ കഥ പറഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനകത്ത് അവനങ്ങ് പോവും. ഉടനെ അടുത്ത ആൾ വന്നിട്ട് അവരോട് വീണ്ടും ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അഞ്ജുവിൻ്റെ നേതൃത്വത്തിലാണ് ഇത് മുഴുവൻ ചെയ്തത്. നന്ദനായിരുന്നു ഉപദ്രവിച്ചതിൽ വേറൊരാൾ. അഞ്ജു ഫിസിക്കലി അടിച്ചിട്ടില്ല, പക്ഷെ അടിക്കട അവനെന്നും പറഞ്ഞുകൊണ്ട് നേതൃത്വം നൽകിയത് SFIയിലെ തന്നെ. അപ്പം അയാൾ അന്നേരെ പറയുന്നുണ്ടായിരുന്നു, അയാൾ ആക്ച്വലി ഞങ്ങൾ മനസ്സിലാക്കിയത് അയാൾ മെൻ്റലി അത്ര ഓക്കെ ആയിരുന്നില്ല ആ സിറ്റുവേഷനിൽ. ഇപ്പം ഞാൻ നാട്ടിലെത്തിയാൽ ഞാൻ മരിച്ചു കളയുമെന്ന് ഇവരോട് തന്നെ പറയുന്നുണ്ട്. ഇയാൾക്ക് അതിൻ്റെ ഇടയ്ക്ക് പ്രഷർ എന്തോ താന്നു പോയിട്ട്, എനിക്ക് പ്രഷർ താന്നു, തല കറങ്ങുന്നു, കണ്ണു മറിയുന്നു എന്നറിഞ്ഞിട്ട് പോലും ഇവരാരും മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നീട് ഞങ്ങൾ ഒരുത്തനെ തല്ലിക്കൊന്നിട്ട് ഒന്നും ഉണ്ടായില്ല ഇവിടെ, നിന്നെയൊക്കെ തല്ലിക്കൊന്നാലും ഒന്നും സംഭവിക്കില്ല എന്നാണ് അഞ്ജു പറഞ്ഞത്. സെനറ്റ് ഹാളിനകത്ത് വെച്ചാണ് പറഞ്ഞത്. പിന്നെ ഞാൻ അഭിഭാഷകൻ എന്നുള്ള ഒരു ധൈര്യത്തിലാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നത്, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലീസിനെ വിളിക്കുക, നിങ്ങളെന്തിനാ ഈ ആൾക്കൂട്ട വിചാരണ നടത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്നോട് ആരാ പറഞ്ഞ് ഇതിനകത്ത് ശ്രദ്ധിക്കാനെന്ന് പറഞ്ഞ് എന്നെ ഒരു കസേരയിലേക്ക് പിടിച്ച് തെള്ളിയിട്ടു.